മഹാനരായ ഖുതുബുസ്സമാൻ മൗലദ് ദവീല സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, ബോറ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്, കുഫ്ർ വരെയായി. അതാണ് ഈ കൊണ്ടോട്ടിയിൽ വന്ന് അദ്ദേഹം ബുഖാരിയിൽ ക്ലാസ് എടുക്കുമ്പോൾ എത്രയോ പ്രാവശ്യം ആൾ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് എന്ത് പറയുമ്പോഴും പറയും. ഇതൊന്നും നമ്മൾ കൂടുതൽ പറയണോ? ഖുതുബുസ്സമാനായ മമ്പുറന്തങ്ങളല്ലേ പറഞ്ഞത്. മമ്പുറന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വർത്താനായിരിക്കുമല്ലോ. എന്നിട്ട് പറയണ ശൈലി എന്താ അറിയോ? മമ്പുറന്തങ്ങൾ അന്വേഷിച്ചു പഠിച്ച് ഫത്വ പറഞ്ഞു. ഇപ്പം വിചാരിച്ച് മമ്പുറന്തങ്ങൾ പറഞ്ഞ ഓൻ്റെ അമസ്തൻ്റെ കെട്ടിയെന്നാ. മമ്പുറന്തങ്ങൾ ഇങ്ങനെ ആദ്യം ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുക, എന്നിട്ട് അന്വേഷിച്ച് മമ്പുറന്തങ്ങൾ അള്ളാന്റെ ഇൽഹാമുള്ള ഖുതുബുസ്സമാനാണോ? മമ്പുറന്തങ്ങൾക്ക് പറയാനുള്ള അന്വേഷണം നടത്തി പറയേണ്ട കാര്യമുണ്ടോ? അവർ അല്ലാഹുവിൽ നിന്ന് സംസാരിക്കുന്നവരാ. അതുകൊണ്ടാ ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ നേതാവാണ് മമ്പുറന്തങ്ങൾ. ആ മമ്പുറന്തങ്ങൾ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രമാണം കൊണ്ടുവാ. ഇത് ഞാൻ ദിനാരെ നേരത്തെ പറഞ്ഞു വെച്ച് ഈ പരിപാടി ആവുമ്പോൾ കൊണ്ടുവന്ന അടുത്ത പണി നമുക്ക് നോക്കാലോ എന്ന് കരുതിയിട്ടാണ്. കൊണ്ടുവന്നോ? നിങ്ങൾ ആരെയും കണ്ടോ? മമ്പുറന്തങ്ങളൊരു ഫത്വ ആരെങ്കിലും എടുത്ത് കണ്ടോ? ഒരു മൊയ്ലേരിനെ ചോദിച്ചു, നിങ്ങൾ മമ്പുറന്തങ്ങളെ ഫത്താവ കണ്ടിനോ? മൂപ്പരിപ്പോ നിങ്ങളെ ഈ മുഹീസുന്റെ ഫത്താവ ഉണ്ടാക്കിയ ഇതിന്റെ പണിയിലാണല്ലോ. എവിടെയാ ഫത്വ? പച്ച നുണ ഈ കൊണ്ടോട്ടിയിൽ വന്ന് പറഞ്ഞു. ദജ്ജാലൂന കദ്ദാബൂൻ, ഒരു സംശയമില്ല. അതൊന്ന് പറയട്ടെ. ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞത് അതാണ്. അതുകൊണ്ട് അതൊന്ന് അയാൾ പറയട്ടെ. ഓക്കെ. ഹസൻ ജിഫ്രിയുടെ മകളെ കല്യാണം കഴിച്ച ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകള് കൊണ്ടോട്ടി തരീഖത്തും കൊണ്ടോട്ടി തങ്ങന്മാരുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തി. ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവകൾ പറഞ്ഞ പ്രസ്താവന എന്താണോ? കൊണ്ടോട്ടി തങ്ങന്മാർ തീവ്രവാദികളായ റാഫിദി വിഭാഗത്തിൽപ്പെട്ട ബോറ മുസ്ലിങ്ങളാണ്. അമ്പൊക്കെ തങ്ങൾ പറഞ്ഞാണ്. ഈ കെ ബുഖുറിയാരോ കഞ്ഞത്തു സ്ഥലമല്ല. ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇവരെ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ച് കൊടുത്ത റിപ്പോർട്ട്, ബോറ മുസ്ലിം എന്ന് പറയുന്നത് ഷിയാ വിഭാഗത്തിലെ തീവ്രവാദി വിഭാഗമാവുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഫത്വ കൊടുക്കാൻ പറ്റുന്ന ഷിയാക്കളിൽ രണ്ടു കൂട്ടരുണ്ട്. ഷിയാക്കളിൽ മുബ്തദി കുഫ്രിയത്തിൽ എത്താത്ത മുബ്തദിയുണ്ട്, കുഫ്രിയത്തിൽ എത്തിയ മുബ്തദിയുണ്ട്. ആ കുഫ്രിയത്തിൽ എത്തിയ മുബ്തദിയാണ് ബോറകൾ. ആ ബോറകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഷാ എന്നാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിയിൽ. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് അതൊക്കെ പോലും മനസ്സിലാകാതെ പറഞ്ഞേക്കാരെയും പറഞ്ഞു കേട്ട് ഓലെ കാലത്ത് ജീവിച്ചിരുന്ന ആളെ നേരിട്ട് പഠിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഷിയക്കാരെ അച്ചാരം വാങ്ങിയിട്ട് ഹാഫിളാണ് ഷെയ്ഖാണെന്നും പറഞ്ഞറിയണം പറയണമല്ല. ഇവർക്ക് എന്ത് പഠിച്ചു ഇസ്ലാം? ഇവരെ പറ്റി എന്ത് ചരിത്രം പഠിച്ചു? ഇവരെ കണ്ടോ, കേട്ടോ? അവരുമായിട്ട് ബന്ധപ്പെട്ട മുരീദുമാരുമായിട്ട് നേരിട്ട് ഇടപെട്ടോ? അക്കാലത്തുണ്ടായിരുന്ന ഖുതുബുസ്സമാന്റെ വിധി ബോറ മുസ്ലിങ്ങളാണ്. ഹാഫിളി വിഭാഗത്തിൽപ്പെട്ട തീവ്രവാദികളായ ബോറകളാണ്. ബോംബെയിലൊക്കെയാണ് ഇപ്പോഴും ഉണ്ട് ബോറകൾ. അടിപ്പെട്ടതാണ്. നിങ്ങൾ നോക്ക്, ഇവിടുത്തെ വിഷയം ഒരാള് ഒരു വിഷയം പബ്ലിക്കായി വന്ന് പറയാണ്. മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളെ സംബന്ധിച്ച് ഖുതുബുസ്സമാനായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അവര് ഷിയാ വിഭാഗങ്ങളിൽപ്പെട്ട ബോറ മുസ്ലിമീങ്ങളായിരുന്നു എന്ന്, അല്ല കുഫറിന്റെ തന്നെ അഹ്ലികാരായിരുന്നു എന്ന് മഹാനരായ മമ്പറന്തങ്ങളുപ്പാപ്പ പറഞ്ഞു എന്ന് പച്ചയായി ഈ ഫൈസി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വല്ല ഉളുപ്പും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ
ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മഹാനരായ ഖുതുബുസ്സമാൻ തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തതായി ആധികാരികമായി തെളിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ പടിയെടുത്തോളാം, ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇത് നമ്മുടെ ഒരു ആഘോഷം തന്നെയാണ്. എന്താ പറയാൻ കാരണം എന്നറിയങ്ങള്, ഇവര് കുറെ കാലമായി മശായിഖുമാർക്കെതിരെ തീരുമാനം എടുക്കാൻ തുടങ്ങിയിട്ട്. അതിൽ ആദ്യകാലത്ത് ഇവന്മാരെടുത്തതാണ് ആർക്കെതിരെയുള്ള തീരുമാനം? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷാ തങ്ങൾക്കെതിരെയുള്ള തീരുമാനം. ആ തീരുമാനത്തിന്റെ ഗതിയാപ്പ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തേക്കാരം അതിന്റെ അവസ്ഥ? നമ്മുടെ ശൈഖുനെ കുറിച്ച് പറഞ്ഞില്ലേ, ജോൻഷ്യന്മാരെ അടുത്തേക്ക് പറഞ്ഞയച്ച ആളാണ്. ഒരു തെളിവുമില്ലാതെ ഇതേ സംഭവമല്ലേ അന്ന് സംഭവിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഫൈസി ഹയാത്തിലില്ലേ എന്ന്? അയാളെ പോറ്റുന്ന മുട്ടിപ്പടയിലെ തങ്ങളില്ലേ? ആ ഫൈസി പ്രതിനിധാനം ചെയ്യുന്ന മുഷാവറയില്ലേ ഇവിടെ? ഓൺലൈൻ മുഫ്തിമാരില്ലേ? എവിടെ മമ്പുറം തങ്ങളുടെ ഫത്വ? എവിടെ ഖുതുബുസ്സമാൻ പറഞ്ഞത്? ഏത് കിതാബിലാണത് പറഞ്ഞത്? ഏത് ഫത്വയാണത്? ആ ഫത്വ രേഖപ്പെടുത്തിയ കിതാബ് ഏത്? ഏത് ലൈബ്രറിയിലാണത് ഉള്ളത്? ഏത് കുതുബുഖാനയിലാണോ ആ ഫത്വ ഇരിക്കുന്നത്? പുറത്തു കൊണ്ടുപോകാത്. ആ കളി ഇനി നടക്കൂല. നിങ്ങളെ വിടാനും കണ്ടിട്ടില്ല. നിങ്ങൾ ഫൈസിനെ ആരെയും കാണുകയാണെങ്കിൽ ചെവി പിടിച്ച് ചോദിക്കണം, ഏടോ ആ ഫത്വ? പച്ച നുണയും പറഞ്ഞ് നടക്കുക. മിണ്ടിയില്ലല്ലോ അവര്, നമ്മൾ വെല്ലുവിളിച്ചില്ലേ അവരോട്? അനങ്ങിയില്ല ഇവര്. അനങ്ങോ? എന്നിട്ട് ഒരുത്തം പറയാ ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഏതാ ചരിത്ര പുസ്തകം? എന്താ നിങ്ങൾ കൊണ്ടുവരാൻ പേടി? എവിടെന്നാ നിങ്ങളത് വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ആരുടെ പുസ്തകങ്ങളിൽ നിന്നാ വായിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. അതല്ലേ ഞങ്ങൾ പറഞ്ഞത്? മുഹമ്മദ് ഷാ തങ്ങളുടെ ഈ വിഷയത്തിൽ ഞങ്ങൾ കേവലം ഒരു ഇറക്കമല്ല ഇറങ്ങിയത്, മശായിഖന്മാരെ മദദിൽ ഫത്ഹാക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നേരിട്ടിരുന്ന് ഏത് മുഷാവറയിലെ വമ്പനോടും ഈ വിഷയം ചർച്ച ചെയ്യാൻ മശായിഖന്മാരെ മക്കൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇറങ്ങി വാ, ഫത്വ എടുത്തുകൊണ്ടുവാ. എവിടെ നിന്റെ ഫത്വ? ആരോടായി ഇത് സംസാരിക്കുക? അങ്ങനെ ഒരു ഫത്വ തന്നെയല്ല. മമ്പുറം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പച്ചയായ നുണ ഈ കേരളത്തിൽ വന്ന് തട്ടിവിടുക. ആ ഏടുന്നത് വായിക്കണ അറിയോ? ഇതാ അബ്ദുസത്താർ എഴുതിയൊരു കൊണ്ടോത്തിട്ട് ചരിത്രമുണ്ട്. അബ്ദുസത്താർ എന്ന് പറഞ്ഞാല് നേരത്തെ ഒരു ചരിത്രകാരനുണ്ടായിരുന്നു, കരീം. അയാളുടെ മകനാണ്. അദ്ദേഹം ഏത് ചരിത്രത്തിനാന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് വേറൊരാൾ എഴുതിയിട്ടുണ്ട്. ഒരു രണ്ടത്താണിയുള്ള ഒരുത്തല്ലേ, മുമ്പ് തോറ്റങ്ങായി. ആ അതന്നെ, അയാൾ എഴുതിയിട്ടുണ്ട്. അയാൾ പക്ഷേ ചരിത്രപരമായി പഠനം നടത്താൻ ഇറങ്ങിയപ്പോൾ പല വാലാട്ടിയായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ പലക്ക് അനുകൂലമായിട്ടല്ലേ എഴുതുക. എന്നിട്ട് ഇതിലുണ്ട് അത്ര ബോറാ മുസ്ലിങ്ങളാന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധാരാള് ആ പ്രസംഗത്തിന്റെ ആമുഖത്ത് തന്നെ ഈ ഷിയാ ഫൈസി പറയുന്നുണ്ട് ഇത് എഴുതിയ ആളാരാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കഴി, എന്നെ കൊണ്ട് അയ്യാതി ഫലം ഉണ്ടാട്ടെ. കൊണ്ടോട്ടി നേർച്ചയുടെ ചരിത്രം. കൊണ്ടോട്ടിയെ പറ്റി വിശാലമായ ചരിത്രം പറയുന്നില്ല. അത് വേണമെങ്കിൽ സുന്നിയല്ലാത്ത അബ്ദുസത്താർ മാസ്റ്റർ എഴുതിയതും ബുക്കുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് കരീം മാസ്റ്റർ എഴുതിയതും ഒക്കെയായ കൊണ്ടോട്ടി ചരിത്രമുണ്ട്. പക്ഷെ ആദ്യം തന്നെ മനസ്സിലാക്കുക, എഴുതിയ രണ്ട് മുസന്നിഫുമാരും സുന്നികളല്ല എന്നല്ല, പഴയ മുജാഹിദുകളാണ്. പുതിയ മുജാഹിദുകളാണല്ലോ. കെ എം മൗലവിയുടെ പഴയ മുജാഹിദുകളാണ്. അതാണ് പഴയ മുജാഹിദായ കെ എം മൗലവിന്റെയും അതേപോലെ ടി കെ മൗലവിന്റെ ഒക്കെ സ്വന്തം ആളാണ് സത്താർ. അയാൾ എഴുതിയ ബുക്കിലാണ് ബോറാ മുസ്ലിങ്ങളാണ് എഴുതി വെച്ചത്. മുമ്പ് നിങ്ങൾ പറഞ്ഞു അതേ വിഷയമാണ് പുതിയ വഹാബിയായ ഈ ഷിയാ ഫൈസിയും പേരോടുകാരനൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അപ്പറഞ്ഞ രണ്ടും തള്ളുകയാണ്. മമ്പുറം തങ്ങൾ അങ്ങനെ ഒരു ഫത്വ കൊടുത്തിട്ടുണ്ടെങ്കിൽ മമ്പുറം തങ്ങൾ എഴുതിയ ഫത്വ കൊണ്ടുവാ. വഹാബി എഴുതിയ കടലാസാ തെളിവ്. ഏതോ ചരിത്ര ബുക്കുണ്ട്, അതിന്റെ അടുക്കളയിൽ വെച്ചാൽ മതി.
ഞങ്ങൾക്ക് വേണ്ടത് മമ്പുറം തങ്ങൾ എഴുതിയ ഫത്വ. മുഹമ്മദ് ഷാ തങ്ങളെ പേരെടുത്തു പറഞ്ഞ് അവർ ഷിയ വിഭാഗത്തിലെ ബോറ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങളുടെ തങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണോ ആൺകുട്ടികളുണ്ടെങ്കിൽ? അപ്പുറത്തുനിന്നൊരു പേജ് ഇപ്പുറത്തുനിന്നൊരു പേജ്, അതൊന്നും ഞങ്ങളായിട്ട് ഒരു ബന്ധം അതിനില്ല കേട്ടോ. ഓരോ പേജ് ഇതാ ഇന്നലെ വേറെ ഒരുത്തം കൊണ്ടുവന്നിനൊന്ന് കാണിച്ചു കൊടുക്ക്. വായിലം നിറഞ്ഞിട്ടാ അന്ന അവ്വലൽ ഫക്കീറിൽ കൊണ്ടോട്ട് ചെയ്തു. ഇതാരാ എഴുതിയത് അറിയില്ല. ഇതേടുന്ന അടുത്തൊന്ന് ഏതലമാരിന്ന് കിട്ടിയടോ ഈ കുന്തം? ആരാ ഇത് എഴുതിയത്? എവിടെ നിന്ന് കിട്ടിയതാ ഇത്? എവിടെങ്കിലും ഒന്ന് അന്ന അവ്വലൽ ഫക്കീറൽ കൊണ്ടോട്ടി അയിനി മുഹമ്മദ് ഷാ കാണുമ്പോഴേക്കും എടുത്തോണ്ടരാ. ഏത് കിതാബിൽ നിന്ന് അത് ഉദ്ധരിച്ചത്? ആരാ ഇത് കൊണ്ടുവന്നത്? പാങ്ങിലിന്റെ ഏത് ബുക്കിലാ അതുള്ളത്? ആ ഇബാറത്ത് കണ്ടാൽ തന്നെ അവ്വലൽ ഫക്കീർ എന്തായാലും പറയില്ല. അൽ ഫക്കീറുൽ അവ്വൽ എന്നേ പറയുള്ളൂ. തല തിരിഞ്ഞാ പറയണെന്നെ. ഇതേപോലത്തെ തല തിരിഞ്ഞ് ഏതോ പൈസ എഴുതിണ്ടാവും. കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ഇതിന്റെ അപ്പുറത്ത് കാണുന്നത് എന്താ? പിന്നെ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ സ്വറഹ ബി കുഫിരിഹീന, മുഹമ്മദ് ഷാ തങ്ങൾ കാഫിറാന്ന് ബുക്കിൽ ഉറപ്പിച്ചു പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. അപ്പൊ തന്നെ അറിഞ്ഞില്ല ഇത് ഇവന്റെ വാക്കിയാണെന്ന്. ഇതൊക്കെ ഈ എവിടെ വെച്ചാൽ മതി, ഞങ്ങൾക്ക് ആവശ്യമില്ലത്. ഞങ്ങൾക്ക് വേണ്ടത് രേഖയാണല്ലോ. മമ്പുറം തങ്ങൾ എഴുതി വെച്ച രേഖ ഉണ്ടെങ്കിൽ എടുത്തോ. മമ്പുറം തങ്ങളുടെ ഫത്വ ഉണ്ടെങ്കിൽ കൊണ്ടുവാ. ഏതെങ്കിലും ആൾ എവിടെങ്കിലും എടുക്കുക കീറിയ പിന്നെ കുറിപ്പാത്ത ആർക്ക് വേണം? നിങ്ങൾ അവിടെ വെച്ചാൽ മതി. ഞങ്ങൾക്ക് മടവൂർ ശൈഖുന പോയ സംഭവം മുന്നിട്ട് പറയുമ്പോ അതിനെതിരിൽ കൊണ്ടുവരണമെങ്കിൽ ഒറിജിനൽ കിതാബ് കൊണ്ടുവരണം. അപ്പൊ ഒരുത്തം പറയാൻ മമ്പുറം തങ്ങൾ കിതാബ് എഴുതിയില്ല. പിന്നെ എവിടെ നോക്കിയാ ഈ പറഞ്ഞത്? പറഞ്ഞതിന് ശേഷം അത് ആലോചിക്കല്. അപ്പൊ അത് വിടൂല. നിങ്ങൾ എവിടെ നിന്ന് എന്തിനാ നിങ്ങളത് കൊണ്ടുവന്നത്? എന്ത് ആവശ്യത്തിനാ നിങ്ങളത് എടുത്തത്? അത് പറയണം. വലിയൊരബദ്ധം നമ്മളിവിടെ തിരുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനനായ ഖുത്ബുസ്സമാൻ മൗലദ് ദബീല സയ്യിദ് അലവി തങ്ങൾ ഒരിക്കലും മഹാനരായ ഷാ തങ്ങളെ കുറിച്ചോ കൊണ്ടോട്ടി മഹാന്മാരെ കുറിച്ചോ അങ്ങനെ ഒരു ഫത്വ കൊടുത്തതായി ചരിത്രത്തിൽ എവിടെയും ആധികാരിക രേഖയില്ല. എന്നല്ല, രേഖ എന്തിനാള്? മമ്പുറത്തങ്ങളുടെ പ്രധാന മുരീദായിരുന്ന വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കൊണ്ടോട്ടി കുബ്ബയിൽ വന്ന് ദിവസങ്ങളോളം താമസിച്ച് ഇത് ശരിയാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അത് മഹാനായ മോയിൻകുട്ടി വൈദ്യർ അവരുടെ കറാമത്ത് മാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ തെളിവ് പറയേണ്ടത്. മോയിൻകുട്ടി വൈദ്യർ നിങ്ങൾക്ക് പറ്റുമല്ലോ. പോലെ സിയാർത്ത് നേരത്തെ അൻവരി സാഹ് പറഞ്ഞ പോലെ ബുഖാരി സമ്മേളനം തുടങ്ങുമ്പോൾ മുരീദിനെ സിയാർത്ത് ചെയ്യാ ഷെയ്ഖ് പേച്ചവും. എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പം എൻ്റെ ഒരാൾ വരിക, നിങ്ങൾ വളരെ ഉഷാറാട്ട, നിങ്ങളെ ഷെയ്ഖ് ശരിയില്ല. ഷെയ്ഖ് ശരിയില്ലെങ്കിൽ ആകെ ഞാൻ ആദ്യം ശരിയാവാതെക്കൂലേ? മോയിൻകുട്ടി വൈദ്യർ ഒരു വരി ബദർ ഖിസ്സ എഴുതുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് ഷാ തങ്ങളുടെയും ഇഷ്തിയാഖ് ഷാ തങ്ങളുടെയും ബറക്കത്തിൽ നിന്ന് മദദിൽ നിന്ന് എഴുതുന്നതാ. അത് എഴുതിയിട്ട് ഇങ്ങനെ സാഹിത്യോത്സവില് പാട്ടും പാടി ടോഫും വാങ്ങി പോകുമ്പോ ഈ എഴുതിയ ആള് ബോറ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാന്ന് വിശ്വസിച്ചിട്ട് ആ പാട്ട് നിർത്തലാക്കാൻ SSFന് ധൈര്യമുണ്ടോ? അടുത്ത സാഹിത്യോത്സവം മുതൽ മോയിൻകുട്ടി വൈദ്യരെ ഒറ്റപ്പാട്ടും സ്വീകരിക്കൂല തീരുമാനമെടുക്ക്. അപ്പൊ ഞങ്ങൾ ഇച്ഛമസ്ഥാനം കൊണ്ടുവരും. എന്തായാലും നിങ്ങൾക്ക് പറ്റൂല. പാട്ടുമസ്ഥാനൊക്കെ പിന്നെ വരുന്നല്ലേ. നിങ്ങളുടെ കഷ്ടക്കാലം തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞു, നിങ്ങളെ പലരെ കുറിച്ചും തീരുമാനമെടുക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തീരുമാനം അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാര് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ലുഹൂറാണ് ഇവിടെ. ഇത്ര കാലവും കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരിൽ രംഗത്ത് വന്ന മൗലവിമാരെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ജനകീയ വിചാരണ ചെയ്യുകയാണ്. മമ്പുറം തങ്ങൾ എവിടെ പറഞ്ഞു?